അയാൾ തന്ന വിസയൊന്നും കറക്റ്റ് ആയിരുന്നില്ല. എനിക്കും കുറച്ചു കാലം അവിടെ ജയിലിലൊക്കെ കിടക്കേണ്ടി വന്നു. ജയിലിലോ? എല്ലാം അവസാനിച്ചതാ. ജീവിതം ഇനി ഒന്നേ തുടങ്ങണം. ഇവിടെ ജോലി എങ്ങനെയും കണ്ടുപിടിക്കാം. എന്റെ പ്രശ്നം അതല്ല. അവിടുത്തെ ജോലി പോയ കാര്യം ഞാൻ അമ്മയോടും ഗൗരിയോടും എങ്ങനെ അവതരിപ്പിക്കുമെന്നാ. എടാ, ഞാൻ എന്ത് ചെയ്യോടാ? എടാ സമാധാനിക്കടാ, എന്തിനൊരു വഴിയില്ലേ? മുരളി, എടാ നീ വിഷമിക്കാതെ. എടാ ഞാനുണ്ടാ. ഒരുപാട് സ്വപ്നങ്ങളും കണ്ടാ ഞാൻ അങ്ങോട്ട് പോയത്. ഇപ്പോ എല്ലാവരുടെയും സ്വപ്നങ്ങൾ ഇല്ലാതാക്കിക്കൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എടാ അങ്ങനൊന്നും പറയാതെ. നീ മടങ്ങി പോകുന്നില്ല എന്നറിയുമ്പോ ഭാർഗവി ആന്റിയും ഗൗരിയൊക്കെ സന്തോഷിക്കത്തല്ലേ ഉള്ളൂ. എടാ അവർക്ക് മാത്രമല്ല എനിക്കും സന്തോഷാ. എടാ നമുക്ക് പഴയതുപോലെ അവിടെ ജീവിക്കാടാ. ഒരുമിച്ച് ജോലി നോക്കിപ്പോ. ഏയ് അതുമല്ല ഈ വിദേശ ജോലി അത്ര സുഖമുള്ള കാര്യമൊന്നുമല്ല. എടാ വിദേശ ജോലിയൊക്കെ ആർക്ക് വേണം? എടാ നമ്മുടെ നാട്ടിൽ നമ്മളല്ലേ രാജാവ്. വല്ല രാജ്യത്ത് പോയി അവിടുത്തെ നിയമം അനുസരിച്ച് കഴിയാ. ഛേ, ഓർക്കുമ്പോൾ തന്നെ എന്തോ പോലെ. എടാ ഞാൻ നമുക്ക് ഒരു ചായ കൂടെ കുടിക്കാം. വാ വാടാ ഇങ്ങോട്ട്. പ്രസിഡന്റ്, ഞാനിപ്പോ ഇവിടെ എത്തിയുള്ളൂ. ഇല്ല, MLA കണ്ടില്ല. അത് ഞാൻ പറയാം. പ്രസിഡന്റ് മന്ത്രിയായിട്ടുള്ള മീറ്റിംഗ് കഴിയുമ്പോഴത്തേക്കും ഞാൻ എത്തിക്കോളാം. ഓ ശരി ശരി. സന്ദീപേ. സാർ. കാര്യങ്ങളൊക്കെ പിന്നീട് സംസാരിക്കാം. ഒരു കാരണവശാലും നിന്റെ ഫോണിൽ നിന്ന് എന്നെ വിളിക്കരുത്. പുതിയ സിം കയ്യിലുണ്ടല്ലോ? ഉണ്ട് സാർ. വളരെ അത്യാവശ്യമാണെങ്കിൽ മാത്രം സിം മാറ്റി വിളിച്ചാൽ മതി. സാറേ, പഴയ കേസ് പോലല്ല, MLA എന്നെ പെടുത്തി കളയരുത്. ഞാൻ പറഞ്ഞു ഇപ്പൊ ഒരു സംസാരവും വേണ്ടാന്ന്. പിന്നെ നീയായിട്ട് എന്തെങ്കിലും കുഴപ്പം കാണിച്ചാൽ നിന്നെ ഞാൻ പെടുത്തിയിരിക്കും. ത്യാഗരാജൻ അറിയാലോ. സാറേ, പ്രശ്നം കുറെ കാലമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുക. MLA ഇടപെട്ട് അത് നമുക്ക് ഗുണം ചെയ്യും. അത് ഞാൻ ജില്ലാ കളക്ടറെ വിളിച്ച് പറയാം. വിനോദേ, സമൂഹ വിവാഹത്തിന്റെ ലിസ്റ്റ് എടുത്ത് ക്ലാരിറ്റി വരുത്തി ഇന്ന് തന്നെ മന്ത്രിക്ക് കൊടുക്കണം. ശരി മാഡം. നമസ്കാരം MLA. നമസ്കാരം. നമസ്കാരം. ഉദ്ഘാടനം കഴിഞ്ഞു അല്ലേ? പ്രസിഡന്റ് പ്രത്യേകം പറഞ്ഞതാ വായനശാലയുടെ ഉദ്ഘാടനത്തിന് MLAയുടെ കൂടെ കൃത്യമായിട്ട് അവിടെ ഉണ്ടാവണമെന്ന്. എത്താൻ കഴിഞ്ഞില്ല, സോറി. അയ്യോ അത് സാരമില്ല. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. നല്ല ഫംഗ്ഷൻ ആയിരുന്നു. അടുത്ത ഫംഗ്ഷൻ ടൗൺ ഹാളിലാണല്ലോ. അതിനു മുമ്പ് നമ്മുടെ വനിതാ പ്രവർത്തകരുടെ ഒരു ഫംഗ്ഷനിൽ പങ്കെടുക്കണമെന്ന് പ്രസിഡന്റ് പറഞ്ഞിരുന്നു. ഉവ്വ്, നേരെ അവിടേക്കാ പോകുന്നത്. വിനോദേ, അങ്ങനെയല്ലേ പ്ലാനിങ്? അതെ മാഡം. എന്നാ ഞങ്ങൾ അങ്ങോട്ട്. അല്ല MLA, ഒരു മിനിറ്റ്, ഒരു പേഴ്സണൽ കാര്യം. മഹേശ്വരൻ ചേട്ടാ, നമുക്ക് പിന്നീട് കാണാം. ആയിക്കോട്ടെ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിനോദിനോ വിളിച്ചാൽ മതി. ശരി വിനോദ. ശരി. എന്താ? അത് മറ്റൊന്നുമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. ദേവിക MLA ആയി. ഇലക്ഷൻ സമയത്ത് നമ്മുടെ വിജയത്തിന് വേണ്ടി ഞാൻ പലതും ചെയ്തിട്ടുണ്ട്. മാഡത്തിന്റെ അനിയത്തിയുടെ കാര്യത്തിൽ പോലും. അങ്ങനെയുള്ളതൊന്നും എന്നോട് ഇനി ഡിസ്കസ് ചെയ്യരുത്. പാർട്ടിയുടെ കൂടെ നിൽക്കുന്ന ഒരാളെന്ന പരിഗണനയില്ല ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് പോലും. ഇതാണ്, ഈ വെറുപ്പാണ് എന്നോട് എല്ലാവർക്കും. ചന്ദ്രത്തിലെ സിദ്ധാർത്ഥൻ സാറും പ്രഭാവതി മാഡം ഒക്കെ ഇങ്ങനെ തന്നെ. വെറുക്കപ്പെടുന്നുണ്ടെങ്കിൽ പഴയ കാലങ്ങളിലെ കൊള്ളരുതായ്മയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. പഴയതൊക്കെ മാറി. ഇപ്പൊ അങ്ങനെയല്ല, സത്യം. ഇതാണോ പേഴ്സണൽ കാര്യം? അല്ല, സിദ്ധാർത്ഥൻ സാറിനോടൊന്ന് പറഞ്ഞ് എന്നോടുള്ള ദേഷ്യം ഒന്ന് തീർത്തു തരണം. പിന്നെ അടുത്തൊരു ഇലക്ഷനിൽ പ്ലീസ്. രാഷ്ട്രീയ കാര്യങ്ങളും തീരുമാനങ്ങളും അച്ഛന്റെ മാത്രം കാര്യം. അച്ഛൻ പറയുന്നതിനപ്പുറം ഈ MLAക്ക് ഒരു തീരുമാനങ്ങളും ഇല്ല. മകൾ എന്ന നിലയ്ക്കും സിദ്ധാർത്ഥൻ ചന്ദ്രത്തിനെ ഉപദേശിക്കാനും തിരുത്താനും ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല. എന്നാ ശരി. അല്ല, എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ MLA. അല്ല, പരിപാടിയിൽ എന്തെങ്കിലും മാറ്റണോ എന്നെ അറിയിക്കണേ. ശരി സാർ. അല്ല, ഈ ഡ്രൈവർ ഓക്കെ അല്ലേ മാഡം? അതെ അതെ. ഓക്കെ. ശരി ശരി. ഓക്കെ.
പ്രസിഡന്റെ MLA കണ്ടു. അവിടേക്കാ വരുന്നത്. ഓ ശരി ശരി. സ്വിച്ച് ഓഫ് ആണല്ലോ. CP, ഋഷിയുടെ ഫോൺ ഇപ്പൊ പലപ്പോഴും സ്വിച്ച് ഓഫാ. ഞാനിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇഷ്ടക്കേടുണ്ടായിരിക്കും അവൻ ഓഫാക്കിയിടുന്നേ. ഇന്നലെ ഇങ്ങനെയായിരുന്നു. ചോദിക്കുമ്പോ പറയുന്നത് ചാർജ് തീർന്നു പോയി എന്നൊക്കെയാ. അവൻ എന്തോ പ്ലാൻ ചെയ്യുന്നുണ്ട്. അവനെ തടഞ്ഞേ പറ്റൂ. മാഡത്തിന്റെ ചോരയല്ലേ ഋഷിയുടെയും ശരീരത്തിൽ ഓടുന്നത്? അതിന്റെ ഒരു ചൂടും ആവേശവും ഒക്കെ ഋഷിയിലും കാണും. ഋഷിയുടെ തീരുമാനങ്ങൾ അങ്ങനെ അങ്ങ് മാറ്റാൻ പറ്റുമെന്ന് തോന്നുന്നില്ല മാഡം. മാറ്റിയേ പറ്റൂ. അവനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് ഇനിയും കൊല്ലാൻ കൊടുക്കാനല്ല. അവന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാലം ജീവിച്ചേ. എന്നിട്ടിപ്പോ അവനെ ഞാനായിട്ടൊരു അപകടത്തിലേക്ക് അയക്കുന്ന പോലെയാ കാര്യങ്ങൾ ചെന്നെത്തുന്നേ. എനിക്ക് വേണ്ടിയാ അവൻ ചന്ദ്രോത്തുകാരോട് പകരം വീട്ടാൻ ഇറങ്ങുന്നേ. ഋഷി ശപഥം ചെയ്തിരിക്കുകയല്ലേ മാഡം? ഇല്ലാതാക്കേണ്ടവരെ ഇല്ലാതാക്കിയിട്ടേ നാട്ടിൽ നിന്ന് പോകുന്നു. ആ ശപഥം നിറവേറ്റാനുള്ള ഓട്ടത്തിലാണ് ഋഷി. അവന് വേണ്ടി ശബദവും സത്യമൊക്കെ ചെയ്തിറങ്ങിയത് ഞാനാ. ഞാൻ ആ സത്യം നിറവേറ്റും. കണക്കുകൾ തീർക്കും. അതിനിടയിലേക്ക് അവൻ വരുന്നത് കാര്യങ്ങൾ കുഴപ്പത്തിലാക്കുകയുള്ളൂ. ദേവികയെ ജയിക്കാൻ ചൂടും ആവേശം മാത്രം പോരാ. വ്യക്തമായ പ്ലാനിങ്ങും നിരീക്ഷണവും ബുദ്ധിയും വേണം. എടുത്തുചാട്ട എങ്ങും എത്തിക്കില്ല. അതുകൊണ്ടാണ് ഋഷിയുടെ കാര്യത്തിൽ ഞാനിങ്ങനെ പേടിക്കുന്നേ. എനിക്ക് മനസ്സിലാവുന്നു മാഡം. ഋഷിയുടെ നീക്കങ്ങള് CP വ്യക്തമായിട്ട് നിരീക്ഷിക്കാൻ ശ്രമിക്കണം. ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും അവനെ നമുക്ക് ഇവിടുന്ന് മാറ്റിയേ പറ്റൂ. എന്റെ കസിൻസ് പലരും US-ലും ഓസ്ട്രേലിയയിലൊക്കെ ഉണ്ട്. അങ്ങോട്ട് എവിടെയെങ്കിലും ഋഷി അയക്കണം. അവന്റെ പാസ്പോർട്ട് എന്റെ കയ്യിലുണ്ട്. വിസയ്ക്കുള്ള കാര്യങ്ങൾ നോക്കണം. അവൻ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അപകടമാണ്. ഞാൻ ഋഷിയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ മാഡം. പ്രതികാരം എന്നൊക്കെ പറഞ്ഞ് അവൻ ആപത്തിലൊന്നും ചെന്ന് ചാടാതിരുന്നാ മതിയായിരുന്നു. അതല്ലല്ലോ അങ്ങനെയല്ലേ പറയാറ്. ആൺകുട്ടികളോട് അമ്മയ്ക്കും പെൺകുട്ടികളോട് അച്ഛനും ആണല്ലോ ഇഷ്ടം കൂടുതൽ. ആ കൂട്ടുകാരൻ വന്നു, രണ്ടുപേരും രണ്ട് തൂണും ചാരി ഇരിപ്പായി. കൊള്ളാൻ എന്തായാലും. ഈ തൂണും ചാരി ഇരിക്കുന്നവൻ പെണ്ണും കൊണ്ട് വരുന്നതിന് മുമ്പും ഞങ്ങൾ ഇതുപോലെ ഇരിക്കുവായിരുന്നു അല്ലേ ആന്റി? ഇവളെ വിളിച്ചോണ്ട് വന്ന കാര്യം ഓർമ്മിപ്പിക്കല്ലേ എന്റെ പൊന്നെ. കല്യാണ ദിവസം പെണ്ണിനെ അടിച്ചുകൊണ്ട് വന്ന ആദ്യത്തെ മലയാളിയൊന്നുമല്ല ഞാൻ. ഇനി എന്തെങ്കിലും തർക്കം ഉണ്ടെങ്കിൽ നമുക്ക് സ്ഥലം MLA ആയിട്ട് സംസാരിക്കാം. എന്താ? അതെ ദേവി വരട്ടെ. അതെ. മീറ്റിംഗ് കഴിഞ്ഞ് നേരെ ഇങ്ങോട്ട് വരുമെന്നാണല്ലോ ദേവിക പറഞ്ഞിരുന്നേ. കാണുന്നില്ലല്ലോ. ഇനിയിപ്പോ വരാതിരിക്കോ? ഏയ് നീ എന്തൊക്കെ സംഭവിച്ചാലും ദേവിക മുരളിയെ കാണാതെ പോവില്ല. വരും, ഉറപ്പായിട്ടും വരും. ഞാൻ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നാൽ തന്നെ ദേവി ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞോണ്ടാ. ദാ ആളെത്തി. മുരളേട്ട. MLA നമസ്കാരം. അയ്യോ മുരളേട്ട. അമ്മേ, നമ്മുടെ MLAക്ക് അല്പം ജാട വന്നിട്ടുണ്ടോ? അഥവാ ജാട വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഗൾഫാരുടെ അത്രയും ജാട വരില്ല. ഓ എന്തായാലും ഇനി എന്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതെന്താ ദേവിക? അല്ല, മുരളിയേട്ടൻ തിരിച്ചു പോകുന്നവരെ ഇനി നന്ദോനെ എനിക്ക് കിട്ടില്ലല്ലോ. ചെങ്ങാതിക്ക് ചെങ്ങാതിയും മതിയല്ലോ. കറക്റ്റ്. എന്റെ കാര്യം അങ്ങനെയൊക്കെ തന്നെയാ. ഞാനപ്പോ ഇനി ദേവികയോടൊപ്പം നിയമസഭയിലേക്ക് വരാം. അത് നല്ല കാര്യ. നമുക്ക് അവിടെ മിണ്ടിയും പറഞ്ഞൊക്കെ ഇരിക്കാം. നന്ദു, മുരളിയേട്ടന് ഒരു മാറ്റം ഇല്ല അല്ലേ? അതുപോലെ തന്നെ. ഒരല്പം ക്ഷീണിച്ചു പോയോന്ന് എനിക്കൊരു സംശയമുണ്ട്. അത് ഭാർഗവേന്റിക്ക് മാത്രമല്ല, ലോകത്തുള്ള സകല അമ്മമാർക്കും അങ്ങനെ തോന്നുന്നേ. മക്കൾ എത്ര തടിച്ചാലും ശരി, ഒരു 4 ദിവസം മാറിയതിനു ശേഷം കാണുമ്പോ ക്ഷീണിച്ചാട്ടൊക്കെ തോന്നും. എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നതല്ല. ഞാൻ സത്യമായിട്ടും പറഞ്ഞതാ. ഇതേ കണ്ടോ, എന്തോ ക്ഷീണോ പ്രസന്നക്കുറവോ എന്തൊക്കെയോ ഉണ്ട് അല്ലേ ദേവികെ? ആന്റി പറഞ്ഞത് നേരാ. ഒരു ചെറിയ ക്ഷീണമൊക്കെ ഉണ്ട്. ഓ പിന്നെ ഒരു ക്ഷീണം. മുരളി പഴയതിലും കുട്ടപ്പനായിട്ടാ വന്നിരിക്കുന്നത്.
അതൊക്കെ ഓക്കെ, പക്ഷെ ആകെ മൊത്തം ഒരു ക്ഷീണമുണ്ട്. സത്യം പറഞ്ഞാ എനിക്കും തോന്നി. പറഞ്ഞു പറഞ്ഞ് ഇവരെല്ലാരും കൂടി എന്നെ ക്ഷീണിതനാക്കുമല്ലോ. ആ അതൊക്കെ പോട്ടെ, എത്ര ദിവസത്തെ അവധിയുണ്ട് മുരളിയേട്ടാ? ആ ഞാൻ പ്രതീക്ഷിച്ച ചോദ്യം വന്നു. ഗൾഫിൽ നിന്ന് വന്ന ഉടനെ എന്ന് പോകുന്ന അടുത്ത ചോദ്യം. അതിപ്പോ LKG കുട്ടിയായാലും MLA മേഡമായാലും. ഓ, ഞാനൊരു കുശലം ചോദിച്ചതാ. അതെ, കുശലത്തിന്റെ കാര്യം തന്നെ ഞാനും പറഞ്ഞത്. അമേരിക്കയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വരുന്നവരോട് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും ഇല്ലല്ലോ. അവരൊക്കെ സമ്മാനങ്ങളൊന്നും ഇല്ലാതെ കൈ വീശി വന്നാലും ഒരു കുഴപ്പമില്ല. നേരെ മറിച്ച് ഗൾഫുകാരൻ വന്നാ പോകുന്ന തീയതി അറിയണം, എന്തൊക്കെയാ കൊണ്ടുവന്നതെന്ന് അറിയണം. മതി, നമിച്ചു. അറിയാതൊന്ന് ചോദിച്ചു പോയതാ. അതിരിക്കട്ടെ, എനിക്ക് കൊണ്ടുവന്ന ഗിഫ്റ്റ് എവിടെ? അതൊക്കെ ഉണ്ട്. ആദ്യം നമുക്ക് ഭക്ഷണം കഴിക്കാം. അമ്മേ, ആ പിന്നല്ലാതെ. മോള് വന്നേ. ഗൗരി വാ. വാ. നന്ദു, ഒരു മിനിറ്റ്. സന്ദീപേ, മാഡം. സന്ദീപോ, ഭക്ഷണം കഴിക്കാം. വേണ്ട മാഡം, മാഡം കഴിച്ചിട്ട് വന്നാൽ മതി. ഞാനിവിടെ വെയിറ്റ് ചെയ്യാം. എങ്കിൽ സന്ദീപ് പൊക്കോട്ടെ അല്ലേ നന്ദു? അല്ല മാഡം, അപ്പൊ കാറ്? അത് ഞങ്ങൾ മാനേജ് ചെയ്തോളാം. സന്ദീപ് കാത്തിരുന്ന് വൈകണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, സന്ദീപ് കാർ ഓഫീസിലിട്ടോ, രാവിലെ എടുത്തിട്ട് വന്നാ മതി. അല്ലപ്പോ മാഡം? ഞങ്ങൾ പൊക്കോളാം. സന്ദീപ് വിട്ടോ. ഒരു മിനിറ്റ്. ആ. ഗുഡ് നൈറ്റ്. ഓക്കെ മാഡം, ഗുഡ് നൈറ്റ്. ആള് നല്ല കക്ഷിയാ. നല്ല അച്ചടക്കവും തിരിച്ചറിവും ഒക്കെ ഉള്ള ആള്. സിദ്ധു ടാബ്ലറ്റ് കഴിച്ചോ? കുറച്ച് കഴിയട്ടെ, ഉറങ്ങാറാവുന്നല്ലേ ഉള്ളൂ. ചന്ദ്രോത്തിനെ സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഏതാണ്ട് ശാന്തമായിട്ടുണ്ട്. നമ്മുടെയും ടെൻഷനൊക്കെ കുറഞ്ഞിരിക്കുക. ഇനി ഒരു കാര്യത്തിൽ മാത്രം ഒരല്പം ടെൻഷൻ ബാക്കി കിടക്കുന്നത്. എന്താ? നന്ദനൊരു ജോലി വേണം. കാശിന് നമുക്കിപ്പോ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ എന്നാലും ശരി, അവനൊരു ജോലി ഉടനെ വേണം. അതെ, ജോലി വേണം. പക്ഷേ ഇപ്പൊ ഈ വെപ്രാളപ്പെടുന്നത് രജനി പറഞ്ഞത് വെച്ചിട്ടാണോ? രജനി പറഞ്ഞതും ഒരു കാരണം തന്നെയാ. അതിൽ കുറച്ച് കാര്യങ്ങളുണ്ട്. ഭാര്യ MLA ആയി എല്ലാവരും അറിയുന്ന ആളായി ഓരോ തിരക്കുകളിലായിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വിഷമം തോന്നിയേക്കാം. ഭാര്യയുടെ ലേബലിൽ ജീവിക്കുന്ന ഒരു ഭർത്താവാണോ എന്ന്. ഇനി എന്തായാലും അരുന്ധതിയുടെ കമ്പനിയിൽ പോകാൻ പറ്റില്ല. നമ്മുടെ കമ്പനിയുടെ നിയമക്കുരുക്കുകൾ പൂർണ്ണമായിട്ട് മാറിയിട്ടുമില്ല. അപ്പോൾ ഒരു പുതിയ സ്ഥാപനത്തിൽ അവനൊരു ജോലി കണ്ടെത്തി കൊടുക്കണം. പുറത്ത് ചിരിച്ച് ഹാപ്പിയാണെങ്കിലും ഉള്ളിൽ എന്താണെന്ന് അറിയാൻ പറ്റില്ല. രജനി പറഞ്ഞതൊക്കെ അവന്റെ മനസ്സിൽ വല്ലാതെ കൊണ്ടിട്ടുണ്ടാവും. സിദ്ധു, ജോലി അന്വേഷിച്ച് കണ്ടുപിടിക്കേണ്ടത് അവരവരാണ്. എനിക്ക് എന്തായാലും റെക്കമെൻഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ റെക്കമെൻഡ് ചെയ്യണമെന്നല്ല സിദ്ധു ഞാൻ പറഞ്ഞത്. വഴിവിട്ട് ഒരു ഇടപെടലും വേണ്ടതാനും. അവന്റെ യോഗ്യതയ്ക്കനുസരിച്ച് ഒരു ജോലി എവിടെയെങ്കിലും ഉണ്ടെന്നറിഞ്ഞാൽ ഒന്ന് പറയാലോ. അവന് യോഗ്യതയുണ്ടെന്ന് ബോധ്യമുണ്ടെങ്കിൽ മാത്രം ജോലി കൊടുത്താൽ മതി. ശരി, ഞാൻ അന്വേഷിക്കാം. എത്രയും പെട്ടെന്ന് തന്നെ വേണം സിദ്ധു. രജനി ഇനി ഇടയ്ക്കൊക്കെ അവനെ വിളിക്കാൻ സാധ്യതയുണ്ട്. രജനി വൈകാതെ എന്റെ കയ്യിൽ നിന്ന് വാങ്ങും. അവളുടെ രീതികളാകെ മാറുക. ഞാനും അതിശയിച്ചു പോവാ. ദേവികയ്ക്ക് ഏറ്റവും സപ്പോർട്ട് കൊടുത്ത ആള് തന്നെ വലിയ ശത്രുവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നു. അവളെ താനൊന്ന് ഉപദേശിക്കണം. എന്തായാലും നന്ദന്റെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നു ഞാനൊന്ന് നോക്കട്ടെ.
ഗൗരി നീയും കൂടി ഇരിക്കെ. അപ്പോ ഞാനിരിക്കണ്ടേ? അല്ല അങ്ങനെയല്ല, ഞങ്ങൾ ഒരുമിച്ചിരുന്നോളാം ദേവികെ. കാലങ്ങൾക്ക് ശേഷം മുരളി തിരിച്ചു വന്നിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള അവസരം ഞങ്ങളായിട്ട് നഷ്ടപ്പെടുത്തിയോ? ഏയ് അതിലൊന്നും കാര്യമില്ല. അല്ല അതിലും കാര്യമുണ്ട്. തൽക്കാലം പോട്ടെ. പിന്നെ ദേവിക, ചെറിയൊരു ന്യൂസ് വൈകാതെ ഉണ്ടാവും. എന്താ? അല്ല, മുരളേട്ടനെ ഇതുവരെ പൊട്ടിച്ചിട്ടില്ല. എന്നാലും എനിക്കും അമ്മയ്ക്കും ചെറിയ ചെറിയ ഊഹങ്ങളുണ്ട്. എന്താ ഗൗരി? അമ്മേ അതങ്ങ് പറയട്ടെ. മുരളി പറയുന്നില്ലല്ലോ, അപ്പൊ നമുക്ക് അങ്ങോട്ട് പറയാം. ഇത്തവണ തിരിച്ചു പോകുമ്പോഴേ മുരളേട്ടൻ ഞങ്ങളെയും കൂടെ കൊണ്ടുപോവാ. സൂപ്പർ, അടിപൊളി. മുരളേട്ട ഒരു കൈ തന്നിരിക്കുന്നു. മുരളി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ അവൻ എന്തോ കാര്യം ഒളിപ്പിക്കുന്നുണ്ട്. അതെന്തായാലും അത് ഇത് തന്നെയാന്ന് ഉറപ്പാ. അല്ല, ഇനി അഥവാ മുരളേട്ടൻ ഉഴപ്പിയാലും ഞങ്ങൾ ഇടിച്ചെറിയങ്ങ് പോവും. കണ്ടോ മുരളേട്ടന്റെ കള്ളത്തരം കണ്ടോ? സസ്പെൻസ് ഒളിപ്പിച്ചിട്ട് ദുഃഖം അഭിനയിക്കുന്നു. ഡാ മോനെ, ഞങ്ങൾ നിന്റെ കൂടെ വരുന്ന ഇഷ്ടമല്ലെങ്കിൽ തുറന്നു പറ, ഞങ്ങൾ സ്വപ്നമൊന്നും കാണില്ല. എന്റെ ആന്റി, അവധിക്ക് വന്ന ആളിന് ശ്വാസം വിടാനുള്ള സമയം കൊടുക്ക്. സന്തോഷമുള്ള കാര്യല്ലേ ഞങ്ങൾ പറയണത്, പിന്നെന്താ ശ്വാസം വിടുന്ന കാര്യമൊക്കെ. അല്ല ആന്റി, ഇത് നാടൻ ചിക്കൻ അല്ലേ? ആ നല്ല ടേസ്റ്റ് ഉണ്ട്. ഗൗരിയുടെ പ്രിപ്പറേഷനാ? അയ്യോ അല്ലല്ല, അമ്മ ഉണ്ടാക്കിയതാ. ഇനി അതിന്റെ പേരിലൊരു പ്രശ്നം വേണ്ട. അത് കലക്കി. മതി മോള് കഴിച്ചങ്ങട്. മതി. നിനക്കൊരു ചപ്പാത്തി കൊണ്ട് വെക്കട്ടെ, കഴിക്കേ. ഭാർഗവിയന്റെയും ഗൗരിയൊക്കെ ഗൾഫിൽ പോയാ ഇതുപോലെ രുചിയുള്ള ഭക്ഷണമൊക്കെ എങ്ങനെ കഴിക്കാൻ പറ്റും? നന്ദു എന്തൊന്നും മിണ്ടാത്ത? അതെ. മതി മതി. ഇങ്ങോട്ട് ഇതും കൂടെ മോൻ കഴിക്കേ. സന്ദീപേ, സന്ദീപേ, സന്ദീപേ. സാറേ, എടാ നിന്റെ റൂം ഇതല്ലേ? രണ്ടും എൻ്റെ റൂം തന്നെ സാറേ. സാറ് വിളിച്ചാൽ മതിയായിരുന്നല്ലോ, ഞാൻ അങ്ങോട്ട് വരുമായിരുന്നു. സാരമില്ല. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ? ഇല്ല സാറേ. ഞാൻ ഏൽപ്പിച്ച പണി നീ വളരെ നിസ്സാരമായിട്ട് കാണരുത്. MLA ആണ് നമ്മുടെ ലക്ഷ്യം. സത്യം പറഞ്ഞ സാറ് പറയുന്നത് ചെയ്യാൻ എനിക്ക് പേടിയാ. ഓർക്കുമ്പോൾ തന്നെ കൈയും കാലും വിറയ്ക്കോ. എടാ ഒന്ന് പോടാ, നിന്റെ വിറയലൊക്കെ ഞാൻ മാറ്റിത്തരാം. പിടി സാറേ. ഇത് കൊണ്ടുപോയി വെക്ക അങ്ങോട്ട്. കൊണ്ടുവെക്കടാ, ചെല്ല്. സാറേ, നോക്ക്, ഇതൊരു ടോക്കണാ. കാര്യം നടന്നു കഴിഞ്ഞാൽ യഥാർത്ഥ തുക അങ്ങോട്ടിടും. സാറേ, ദേവികമ്മയുടെ MLA എൻ്റെ അടുത്ത് വലിയ കാര്യമാണ്. ആ MLA സൃഷ്ടിച്ചവനാണ് ഈ ഞാൻ. 2 വർഷം മുമ്പായിരുന്നെങ്കിൽ ഇതൊക്കെ ഞാൻ നേരിട്ടങ്ങ് ഡീൽ ചെയ്തേനായിരുന്നു. ഇപ്പൊ കുറച്ച് മര്യാദക്കാരനാവേണ്ടി വന്നു. എനിക്ക് എന്ത് സംഭവിച്ചാലും സാറ് കൂടെ ഉണ്ടാവണം. സന്ദീപൻ എന്ത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും. പിന്നെ നിനക്ക് കഴിക്കാനുള്ള ഫുഡും മറ്റേ കുടിക്കാനുള്ള സാധനമൊക്കെ നമ്മുടെ ജേക്കബേട്ടൻ്റെ ബാറിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അവിടെ CBI ചെന്ന് കണ്ടാൽ മതി. ഓക്കെ? അയ്യോ, അതൊക്കെ എന്തിനാ സാറേ? എടാ, ഇത് എൻ്റെ ഒരു സന്തോഷത്തിന്. നീ ഇങ്ങനെ പച്ചയ്ക്ക് നടക്കല്ലേ, അടിച്ചു കയറ്റിക്കോ. അപ്പൊ പറഞ്ഞൊക്കെ ഓക്കെ ആണല്ലോ? ഓക്കെ.
പേടി മാറിയല്ലോ. മാറി. ആ, കാശ് സൂക്ഷിച്ചു വെച്ചോണം. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ. സാറാണ് എന്റെ ബലം. എന്നെ കൈവിട്ട് കളയരുത്. എന്റെ സന്ദീപേ, എടാ നീ എന്റെ ചങ്ങാതിയല്ല, അനിയനാ. എനിക്ക് ജനിക്കാതെ പോയ എന്റെ സ്വന്തം അനിയൻ. പോട്രാ. ആ ശരി. എന്തായാലും മുരളിയേട്ടന്റെ തീരുമാനം നന്നായി. 3 പേര് ഒരിടത്ത് തന്നെ വേണം നിൽക്കാൻ. ഒരു പുതിയ ലോകത്ത് ചെല്ലുന്ന സന്തോഷമായിരിക്കും അവർക്ക് ദുബായ് ചെല്ലുമ്പോ. പാവ ആന്റി കുടുംബത്തിന് വേണ്ടി കുറെ അധ്വാനിച്ചു. ഇനിയൊന്ന് വിശ്രമിച്ച് ജീവിതം ആസ്വദിക്കട്ടെ. എന്താ നന്ദു? മുരളിയുടെ വീട്ടിൽ വെച്ച് നീ പറഞ്ഞില്ലേ മുരളി ക്ഷീണിച്ചിരിക്കുന്നു, മുഖം വിളറിയിരിക്കുന്നു എന്നൊക്കെ? ആ, അത് യാത്രയുടെ ക്ഷീണമൊക്കെ ആയിരിക്കും. അല്ല,